ഇവിടെയാണ് നമ്മൾ ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്. അതായത് MP3 മോഡിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മൾക്ക് MP3 ബോർഡിലേക്കുള്ള പവർ സപ്ലൈ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് പവർ സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ FM റേഡിയോൻ്റെ മോഡിലിടുമ്പോൾ FM റേഡിയോയിൽ ഒരു ഹമ്മിങ് നോയ്സ് അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ട്യൂബ് ലൈറ്റൊക്കെ ഇടുമ്പോൾ ഒരു ഡിസ്റ്റോർഷൻ വരാറില്ലേ, അതുപോലെ ക്ലിയർ ആവാതെ ഉള്ള പ്രശ്നം വരും. അപ്പോൾ നമ്മളതിന് സെപ്പറേറ്റ് വേണമെങ്കിൽ പവർ എടുക്കാം. നമ്മളിപ്പോൾ DC പ്ലെയറാണ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് തന്നെ എടുക്കാതെ വേറെ നിർത്തിയില്ല. കാരണം വെച്ചാൽ അഡീഷണലി നമുക്കൊരു ബോർഡെല്ലാം വെക്കേണ്ടി വരും അതിന് വേണ്ടി. അപ്പോൾ ഇതേപോലെയുള്ള പവർ സപ്ലൈ ഹെഡറുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കറിൻ്റെ കണക്ഷൻ അതുപോലെ തന്നെ പവറിൻ്റെ കണക്ഷനൊക്കെ ഇതേപോലെ സ്ക്രൂ ഇട്ട് മുറുക്കി വെക്കാവുന്നതാണ് ഇതേപോലെയുള്ള ഹെഡറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതാണ് അതിൻ്റെ ഗുണം. ഇനി നമുക്ക് MP3യുടെ പാനലിൽ കണക്ട് ചെയ്യാം കേട്ടോ. ആ പാനലിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളുടെ എൻകോഡർ നമ്മൾ സോൾഡർ ചെയ്ത് വെക്കണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നെല്ലാം വിടിയിച്ചതിന് ശേഷം നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എൻകോഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വയറിടാനുള്ളൊരു ഹോൾസ് നമുക്ക് അതിൻ്റെ താഴെ കണക്ടറിൻ്റെ താഴെയായിട്ട് കാണാൻ പറ്റും. അതിലൂടെ ഇട്ട് ലോക്ക് ചെയ്യുക. അതുപോലെ തന്നെ താഴെ നമ്മൾ ഇത് സോൾഡർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിതൊരു ടെമ്പററി സെറ്റപ്പിലാണ് ചെയ്യുന്നത്. ഇത് ആമ്പിൻ്റെ ബോർഡിലേക്ക് മാറ്റുന്നതുകൊണ്ട് കണക്ഷൻസ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് മാത്രം. ഇത് ഓപ്പണായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മേശപ്പുറത്ത് വെച്ച് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തരാം. അതിന് ശേഷം മാത്രം ഇത് ക്യാബിനറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി മൈക്ക് അതുപോലെ തന്നെ നമ്മളുടെ ഓഡിയോ ഇൻപുട്ടിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് കാണിച്ചു തരാം. അതും ഇതേപോലെ നമുക്ക് സോൾഡർ ചെയ്ത് പിടിക്കാവുന്നതാണ്. ആ കണക്ഷൻ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മെയിനായിട്ട് നമ്മളെ ബാധിക്കുന്ന എൻകോഡറിൻ്റെ കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഇത് അനക്കമൊക്കെ തട്ടുന്ന ആംപ്ലിഫയർ ആണെങ്കിൽ എന്തായാലും നമ്മൾ വണ്ടിയിലേക്ക് വെക്കുമ്പോൾ ഇത് സോൾഡർ ചെയ്ത് തന്നെ വെക്കണം. മൈക്കിൻ്റെ കണക്ഷൻ ഇതേപോലെ നമുക്കൊരു വരുന്നുണ്ട് റെഡിമെയ്ഡ്. മൈക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. പക്ഷേ ഓഡിയോയുടെ എൻകോഡറിൻ്റെയൊക്കെ കഴിയാവുന്നത് നിങ്ങൾ സോൾഡർ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെയുള്ള റെഡിമെയ്ഡ് കേബിളുകൾ ചിലപ്പോൾ ഡാമേജ് പറ്റാനിടയുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ പൊട്ടിപ്പോവും. അപ്പോൾ ഇത് നമ്മൾ മൈക്കിൻ്റെ സോക്കറ്റ് M+, M- എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 3 വരുന്ന ഇരുന്ന അതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാം. അവിടെ അടിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും കറക്റ്റായിട്ട്. അത് നോക്കി കണക്ഷൻ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മൈക്കിൻ്റെയും എൻകോഡറിൻ്റെയും കണക്ഷൻ വരുന്നത് MP3 പാനലിലേക്ക്. ഇനി നമുക്കതിൻ്റെ വോൾട്ടേജ് നോക്കാം. വോൾട്ടേജ് കണക്ട് ചെയ്യുമ്പോൾ പ്ലസും മൈനസും കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം കണക്ഷൻ കൊടുക്കാനായിട്ട്. പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നമുക്കൊരു ഡയോഡ് ഇടാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ബോർഡിലേക്ക്. അപ്പോൾ ഇനി വോളിയം കൺട്രോളും കൂടി കൊടുക്കാണ്ട് മെയിൻ വോളിയം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി ഇത് വർക്കിംഗ് ആവും. ബ്ലൂടൂത്തിൻ്റെ പാനലൊക്കെ ഒന്ന് പവർ കൊടുത്ത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുവാണ് ഓണാവുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാനായിട്ട്. ജസ്റ്റ് നമ്മളൊന്ന് കണക്ഷൻ കൊടുത്ത് ഓണാക്കി നോക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്കിതിൽ ഏകദേശം ഒരു 3 ആംപിയർ വരെ സേഫായിട്ട് കൊടുക്കാൻ പറ്റും. അതായത് 12 വോൾട്ട് മുതൽ 24 വോൾട്ട് വരെ നമുക്കിതിനകത്ത് കൊടുക്കാൻ പറ്റും. 18 വോൾട്ടിൻ്റെയൊക്കെ SMPS ഒരു 3 ആംപ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് വർക്ക് ചെയ്യാം. അതല്ല നമുക്ക് അത്ര വോളിയം ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ 12 വോൾട്ടിൻ്റെ DC അഡാപ്റ്റർ വെച്ചാലും നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നുള്ളൂ. ഒരു 2 ആംപിയറിൻ്റെ അഡാപ്റ്റർ വെച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എക്കോ വോളിയമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എൻകോഡർ ഇരിക്കുമ്പോൾ മാറുന്നത്. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ മോഡുകളൊക്കെ കണ്ടോ, ബാസ് ട്രിപ്പിളൊക്കെ വരുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ തിരിച്ച് കഴിഞ്ഞ് നമുക്ക് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ആ എൻകോഡർ വെച്ചുള്ള ഗുണം. നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാതെ കൂടാതെ അതേപോലെ ബാസും ട്രിപ്പിളൊക്കെ നമുക്ക് കൊടുക്കാം. അതിനകത്ത് തന്നെ റിമോട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ബ്ലൂടൂത്ത് വേർഷൻ 5 വരുന്നതുകൊണ്ട് ഓഡിയോ ക്ലാരിറ്റി നല്ലതാണ് ഇതിനകത്ത്. പിന്നെ കൂടാതെ മോഡ് എന്ന് പറഞ്ഞാൽ സ്വിച്ച് നെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്ക് എനേബിൾ ചെയ്യാനും ഒന്നും കൂടി നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഡിസേബിൾ ചെയ്യാനും പറ്റും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൈക്ക് ഓൺ ആയില്ലെങ്കിൽ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ബ്ലൂടൂത്ത് ഡിവൈസിനുണ്ടാകുന്ന എരമ്പലൊക്കെ ഇതിന് കുറവാണ് കേട്ടോ. ഇതിൻ്റെ ബോക്സ് അടിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 3D പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് PVC പൈപ്പ് അല്ലെങ്കിൽ MDFൻ്റെ ഷീറ്റ് എല്ലാം കട്ട് ചെയ്ത് ഇതിനനുസൃതമായിട്ടുള്ള രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബോക്സ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് സിമ്പിളായിട്ട്. അപ്പോൾ MDFിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നല്ല ഭംഗിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ MP3 പാനലിൻ്റെ ഇത് അടയാളം വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ PVC ഷീറ്റുകൾ കട്ടിയുള്ളത് ഉപയോഗിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ക്യാബിനറ്റ് റെഡിമെയ്ഡ് മേടിച്ച് തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഫൈനൽ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ആ ക്യാബിനറ്റിലേക്ക് കയറ്റി സീൽ ചെയ്ത് ഡ്രിൽ ചെയ്ത് ഹോളൊക്കെ ഇട്ട് പിടിപ്പിക്കുന്നതാണ് അടുത്ത വീഡിയോ. അപ്പോൾ അതിൽ കാണുന്നവരെ വീണ്ടും ബൈ.